ശ്രീ ജോർജ് കല്ലുവേൽ. പഹൽഗാമിലെ കണ്ണുനീരിന് ഇന്ത്യ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം, അതും ലക്ഷ്യമിട്ടിരുന്നത് 600 ഭീകരരെയാണ്. ഈ ഒരു ഇത്രയധികം ദിവസം 14 രാത്രികൾ അത്രത്തോളം എണ്ണി കാത്തിരുന്ന ദിവസങ്ങൾ അതിനൊരു ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഇന്നത്തെ ഇന്ത്യയുടെ ഒരു തിരിച്ചടി? തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കാതെ ഇന്ത്യക്ക് മാർഗമില്ല, തിരിച്ചടിച്ചേ മതിയാവൂ. പക്ഷേ ഞാനിതിനെ പൂർണ്ണമായി ഒരു ഭീകരതയ്ക്കെതിരെയുള്ള അതിന്റെ അന്ത്യമായി എന്ന് കരുതുന്നില്ല. നമുക്കറിയാമല്ലോ, സർജിക്കൽ സ്ട്രൈക്കിന് ശേഷവും ഇവിടെ പുൽവാമ അടക്കമുള്ള ആക്രമണങ്ങൾ, ഇപ്പൊ പഹൽഗാം അടക്കമുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. ഇന്ത്യ കർശനമായ തിരിച്ചടികൾ കൊടുക്കേണ്ടതുണ്ട്. 9 ആക്രമണം നടത്തി. ഇന്ത്യ പറയുമ്പോൾ കൊല്ലപ്പെട്ട എല്ലാവരും ഭീകരരാണെന്ന് പറയുമ്പോൾ ഒരു സിവിലിയൻസിനെയാണ് കൊന്നതെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടും. സ്വാഭാവികമാണ്. പാകിസ്ഥാൻ എക്കാലത്തും ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണങ്ങളെ നിഷേധിക്കുകയും ഭീകരത ഇന്ത്യയിൽ നിന്നാണെന്നും ഒക്കെ അവകാശപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കും മനസ്സിലായി തുടങ്ങി പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാനിലെ ഇന്റർ സർവീസ് ഇന്റലിജൻസും ISI പിന്തുണ കൊടുക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. കുറെ കൂടി കർശനമായ നടപടികൾ, അനന്തര നടപടികൾ ഉണ്ടാക്കാൻ കരുതുകയാണ്. കാരണം ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് ഇത്തരം ഷോ ഓഫ് കൊണ്ട് അല്ല നമ്മൾ ഭീകരതയ്ക്കെതിരെ കർശനമായ പോരാട്ടം നടക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിലാണ് പ്രധാനമായും ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ കുന്തമുന ഭീകര സംഘടനകൾ, ലഷ്കർ-ഇ-തയ്യബയും അതിന്റെ ഓഫ് ഷൂട്ടുകളായിട്ടുള്ള സംഘടനകളും IS-ഉം ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകളുടെ പിന്തുണയോടുകൂടി നടക്കുന്നു വരുന്ന വലിയ ആക്രമണങ്ങൾ നമുക്കറിയാം. തുടർച്ചയായിട്ട് കുറച്ചു കാലം പമ്മി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവര് ഇപ്പോഴും ഇന്ത്യക്കെതിരെ, ഇന്ത്യയെ ദുർബലപ്പെടുത്തുവാൻ പാകിസ്ഥാന്റെ കരങ്ങളോട് ശക്തി പിന്തുണയോടുകൂടി നടപടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ തവണയും ഉണ്ടായപ്പോഴും നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്ന് പറയുന്നു. നമ്മുടെ ഒരു പട്ടാളക്കാരനെ അവർ പിടിച്ചുകൊണ്ടുപോയ ഒരു ഗതികേടും കൂടെ മറക്കാൻ കഴിയില്ല. അതുപോലെ ഇപ്പൊ പാകിസ്ഥാനും പേരിന് എന്തെങ്കിലും തിരിച്ചടിക്കാനിടയുണ്ട്. നമുക്കത് ചെറുക്കാനുള്ള ശേഷിയുമുണ്ട്. പക്ഷേ പാക് അധിനിവേശ കാശ്മീരിലെ അത് ഇന്ത്യയുടേതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഇന്ത്യയുടെ ഭൂമിയാണ്. ആ ഭൂമിയിൽ നിന്നും പൂർണ്ണമായി ഒന്നെങ്കിൽ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുകയോ അവിടെ നിന്നുള്ള അതിനുള്ള കൂടുതൽ നടപടികൾ അനിവാര്യമാണ്. ഇന്ത്യൻ സൈന്യത്തിന് അതിനുള്ള ശേഷിയുണ്ട്. ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകൾ ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു കൂടുതൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകണം. അതേസമയം യുദ്ധം ഒഴിവാക്കുകയും വേണം. നമുക്കറിയാം, അമേരിക്ക പോലും വളരെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണത്തിൽ പൂർണ്ണമായി അത് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഇന്ത്യക്ക് അനുകൂലമാണ് അത് തീർച്ചയായിട്ടും. പാകിസ്ഥാൻ ഇന്നും പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മന്ത്രി ഇതെല്ലാം നിഷേധിക്കുകയാണ്. അവര് അവിടുത്തെ ജാഫർ എക്സ്പ്രസിന് നേരെ നടത്തിയ ഭീകരാക്രമണത്തെയൊക്കെ മറപിടിച്ച് ഇന്ത്യയിൽ അവരാണ് ഭീകരതയുടെ ഇരകൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാ കാലത്തും മുംബൈ ഭീകരാക്രമണം നടന്നപ്പോഴും പാർലമെന്റ് അറ്റാക്ക് നടന്നപ്പോഴും പുൽവാമ അറ്റാക്ക് നടന്നപ്പോഴും ഒക്കെ ഇത് അവർ നിഷേധിച്ചിട്ടുണ്ട്. നിഷേധം കൊണ്ട് കാര്യമില്ല. പാകിസ്ഥാനിൽ നിന്നും തന്നെയാണ് ഞാൻ പാകിസ്ഥാൻ നേരിട്ട് സന്ദർശിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന്റെ വസതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. ഏറെ നേരം ചർച്ച ചെയ്തിട്ടുണ്ട്. നവാസ് ഷെരീഫുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ പ്രധാന പത്രപ്രവർത്തകരുമായും മന്ത്രിമാരുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവര് ഒരു പരിധി വരെ നിഷേധത്തിന്റെ ഒരു രീതി തുടരുകയാണ്. ഇത് ഇന്ത്യക്ക് ഇനിയും തുടരാൻ അനുവദിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഈ ഭീകരത ഇല്ലാതാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതിലേക്ക് കുറെ കൂടെ സമഗ്രമായ തന്ത്രപരമായി, ഇത് നമുക്കറിയാം, 2 ആഴ്ച പിന്നിട്ട് 14 ദിവസം കാത്തിരുന്ന ശേഷം ആണ് ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയത്. 9 കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 600 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. കാരണം ഇന്ന് രാവിലെ തന്നെ പാകിസ്ഥാനിൽ ഈ ഇന്ത്യയുടെ നമ്മുടെ റോക്കറ്റ് ആക്രമണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അവര് പാകിസ്ഥാൻ പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിനും സൈന്യത്തിനും രാജ്യത്തെ മുഴുവൻ ജനതയ്ക്കും പ്രതിപക്ഷത്തിനും അടക്കം ഉത്തരവാദിത്വമുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്നതാണ് ഏറ്റവും വലിയ
സ്വാഗതാർഹമായ കാര്യം. ഈ ഒരു സാഹചര്യം അതായത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ആദ്യം മുതലേ സൂചന നൽകിയിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രധാന തെളിവാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ കൈക്കൊണ്ടത്. അത് മാത്രമല്ല, ഈ അതിർത്തി അടയ്ക്കുകയെല്ലാം ചെയ്തത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു പാകിസ്ഥാന് ഉണ്ടായിരുന്നത്. അത് വലിയൊരു നഷ്ടത്തിലേക്ക് തന്നെയാണ്, സാമ്പത്തികമായി എല്ലാം വലിയൊരു പ്രതിരോധം തന്നെയായിരുന്നു പാകിസ്ഥാൻ മേൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ചൈനീസ് ആയുധങ്ങളുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഇനി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുദ്ധ സഹായം പാകിസ്ഥാന് ലഭിക്കുമോ? തീർച്ചയായിട്ടും ചൈന പാകിസ്ഥാനെ നേരിട്ടും പരോക്ഷമായിട്ടും സഹായിക്കും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ചൈനയുടെ താല്പര്യം അമേരിക്കയുടെ വിരുദ്ധ പക്ഷത്താണ്. അമേരിക്ക ഇപ്പോൾ തൽക്കാലം ഇന്ത്യയുടെ പക്ഷത്താണ്. എന്തായാലും ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ കൂടെയല്ല. നമുക്കറിയാം, പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, 30 കൊല്ലക്കാലം അമേരിക്കയുടെ താല്പര്യമനുസരിച്ച് ഞങ്ങൾ ഭീകര സംഘടനകളെ ഫണ്ട് ചെയ്യുകയും അവരെ പിന്തുണ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവർ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ എല്ലാ കാര്യത്തിലും ഇതിന്റെ യുദ്ധം ഇന്ത്യയുടെ കൂടി താല്പര്യത്തിന്റെ ആവശ്യമാണ്. കാരണം ഒന്നിതാ 2 ആണവ രാജ്യങ്ങൾ തമ്മിലാണ്. അതേസമയം ഇന്ത്യക്ക് അവർക്ക് കൃത്യമായ ഈ തൊട്ടും തൊടൽ അവിടെ ഇവിടെ 2 ബോംബിട്ടിട്ട് തിരിച്ചു വരുന്നിട്ട് ഞങ്ങൾ വലിയ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ട് പൊളിറ്റിക്കൽ ഗെയിൻ എടുക്കുകയല്ല, അതിനപ്പുറത്ത് കിടന്ന് ഭീകരതയെ ഇല്ലായ്മ ചെയ്യാനുള്ള കൂടെ കർശനവും സമഗ്രവുമായ നടപടിയാണ് ആവശ്യം. ഇപ്പോൾ തന്നെ ഈ 9 കേന്ദ്രങ്ങളിൽ ഇട്ടടുത്ത് എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് നമ്മളെല്ലാവരും ഭീകരരാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമെങ്കിലും പത്രപ്രവർത്തകൻ എന്ന നിലയിൽ 2 വശത്തെയും കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാണ്, ഇത് മുഴുവൻ ഭീകരരാണെന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തന്നെ ആണ് ഇന്ത്യ ആക്രമിച്ചത്. ഇന്ത്യ കുറെ കൂടെ ശക്തമായ തിരിച്ചടികൾ പാകിസ്ഥാന് നൽകിയില്ലെങ്കിൽ ആ പാകിസ്ഥാൻ ഇനിയും ചൊറിഞ്ഞുകൊണ്ട് വരും. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് അതിർത്തിയിൽ അവര് വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുകയാണ്, ഷെല്ലാക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പോ ഇത് കഴിഞ്ഞ 2002 ഇന്ത്യ പാർലമെന്റ് അറ്റാക്കിനും കലൂച്ചക്കിലെ സൈനിക ക്യാമ്പ് ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഏറ്റവും വലിയ സൈനിക വിന്യാസം, ഇന്ത്യയുടെ ചരിത്രത്തിലെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള അതിന് മുമ്പുമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസം നടത്തിയ 2002 വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത്. പക്ഷെ അന്ന് അമേരിക്ക ജപിക്ക് പിടിച്ച് യുദ്ധം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയ ശേഷം അതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഇപ്പോഴും അമേരിക്ക ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യയെ അനുവദിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അമേരിക്കയെ എതിർത്തുകൊണ്ട് ഇന്ത്യ ഇക്കാര്യത്തിൽ നടക്കില്ല. പക്ഷെ ചൈനയുടെ ഒരു ഭീഷണിയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ചൈന തൊട്ടടുത്ത അയൽരാജ്യമാണ്. പലതരത്തിൽ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ചൈന ആഗ്രഹിക്കുന്നത്. ചൈനയുടെ മേധാവിത്വം കുറെ കൂടെ ഊട്ടിയുറപ്പിക്കുന്നതിന് ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ചൈന ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇന്ത്യയുടെ പല പദ്ധതികളെയും തുരങ്കം വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ കുറെ കൂടെ, അമേരിക്ക അകലെയാണ് ഇരിക്കുന്നത്. അമേരിക്ക സഹായിക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? അമേരിക്ക കാര്യമായ സഹായം ചെയ്തില്ല. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ റഷ്യ ഉക്രൈൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1 കൊല്ലം കഴിഞ്ഞിട്ടും റഷ്യക്ക് യുദ്ധം ജയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോഴും ഇന്ത്യ ഒരു യുദ്ധം നടത്തിയാൽ തന്നെ അത് പാകിസ്ഥാന് മേലൊരു വിജയം നേടാൻ. ഇനി പാകിസ്ഥാന്റെ മുന്നിലുള്ള ചിത്രങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇനി അവർ തീർക്കാൻ പോകുന്ന ഒരു യുദ്ധ അന്തരീക്ഷം അതെങ്ങനെയായിരിക്കും? പാകിസ്ഥാനെ സംബന്ധിച്ച് ഒന്നാമത് സാമ്പത്തികമായിട്ടും സൈനികമായും ഒക്കെ വലിയ പ്രതിസന്ധി ചേരുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവരെ വീണ്ടും സംബന്ധിച്ചോളം അവിടുത്തെ പാകിസ്ഥാനിലെ സിവിലിയൻ ഭരണകൂടത്തെക്കാളേറെ അവിടുത്തെ സൈന്യവുമാണ് അവിടെ ഭരിക്കുന്നത്. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. സൈന്യത്തിന്റെയും ISIയുടെയും പിന്തുണ അനുസരിച്ചാണ്. കാരണം നമുക്കറിയാം, അടക്കൂവ് ഉണ്ടായിട്ടുണ്ട്, അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്, സൈനിക അട്ടിമറികൾ, പർവേസ് മുഷാറഫ്. അപ്പോ ഇത് പാകിസ്ഥാൻ സൈന്യമായിരിക്കും. അവരെ സംബന്ധിച്ചോളം ഈ പാകിസ്ഥാന്റെ പൊതുവായ താല്പര്യങ്ങളെക്കാൾ ഏറെ അവരുടെ സൈനിക താല്പര്യങ്ങളാണ്. അത് കൂടുതലും ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ അവര് മെനക്കെട്ടേക്കാം. പക്ഷെ വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള ശേഷിയോ പിന്തുണയോ പാകിസ്ഥാൻ ഇപ്പൊ ഇല്ല. പണ്ട് അമേരിക്ക കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉള്ളെങ്കിലും പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് നമ്മുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള സാധ്യതകൾ, മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയണ്ട. ഇന്ത്യക്കും അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാതെ ഈ പ്രശ്നം കൂടുതൽ തിരിച്ചടികൾ നൽകേണ്ടതുണ്ട്.
അപ്പോൾ ഇതൊക്കെ എങ്ങനെയാകും എന്നത് സൈനിക തന്ത്രങ്ങൾ പലതരത്തിൽ ആവിഷ്കരിക്കും. ഇതൊരു നമുക്കറിയാം, അമേരിക്ക തുടങ്ങി വെച്ച ഒരു വാണിജ്യ യുദ്ധമുണ്ട്, ട്രേഡ് വാർ. അതിന്റെ ഒരു തുടർച്ച കൂടിയുണ്ട്. അതെല്ലാം കണക്കിലെടുത്താകും പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും പ്രതികരണം. ഇത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രം അങ്ങ് തീരുമാനിക്കുന്ന ഒരു കാര്യമായി മാറില്ല. ഇപ്പൊ തൽക്കാലം അവരുടെ രണ്ടുപേരുടെയും സ്വന്തമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പം ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെയൊക്കെ ശക്തമായ ഇടപെടലുകൾ, ചൈനയുടെയും ഇടപെടലുകൾ ഉണ്ടാകും. അക്കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇപ്പൊ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ പറഞ്ഞ് ഇത് തിരിച്ചടിക്കാതെ മാർഗമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന് അമേരിക്കയുടെ ഒരു പച്ചക്കൊടി ഉണ്ട്. ഇനി അത് ഭാവിയിൽ എന്തുമാത്രം ഉണ്ടാകും എന്നതാണ് ഒരു ചെറിയ പ്രശ്നം. നമുക്ക് ഇതെല്ലാം ഉരുത്തിരിയുന്നതനുസരിച്ച് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം ഇതൊക്കെ സൈനിക ഇന്റലിജൻസിൽ സൈനിക തന്ത്രങ്ങളുടെ ഭാഗമായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അത് കേന്ദ്ര ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.